പാചകക്കാരൻ മുസ്ലിമിൻ്റെ കഥ. ഇന്നലെ രാത്രി ഞങ്ങൾ കുറേ ആളുകൾ കൂടി ഖുർആൻ വായനയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. വലിയ വലിയ ആചാര്യന്മാരും നിയമ പണ്ഡിതന്മാരും എല്ലാം ഉണ്ടായിരുന്നു. ഖുർആൻ വായന കഴിഞ്ഞ് ഒരു വലിയ സദ്യയും ഉണ്ടായിരുന്നു. ആഹാരത്തിൽ സെർബാജയും ഒരിനമായിരുന്നു. സെർബാജെ കഴിക്കാൻ ആരംഭിച്ചപ്പോൾ ഒരുത്തൻ മാത്രം അതിൽ നിന്ന് പിന്മാറി. 40 പ്രാവശ്യം സോപ്പ് കൊണ്ട് കൈ കഴുകണം, അല്ലാതെ ഈ ഭക്ഷണം കഴിക്കില്ല എന്ന് അയാൾ പറഞ്ഞു. 40 പ്രാവശ്യം കഴുകിയിട്ടും അയാൾ പേടിച്ചാണ് അത് കഴിച്ചത്. പോരാത്തതിന് അയാളുടെ 2 തള്ളവിരലും അറ്റുപോയിരുന്നു. ഞങ്ങൾ അതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, കൈകളുടെ മാത്രമല്ല, കാലുകളുടെ പെരുവിരലും എനിക്കില്ല. അയാൾ സങ്കടത്തോടെ തൻ്റെ കഥ തുടർന്നു. ഞാനൊരു കച്ചവടക്കാരൻ്റെ മകനാണ്. എൻ്റെ അച്ഛൻ മരിക്കുന്നതിന് മുൻപ് എല്ലാ സ്വത്തും എൻ്റെ പേരിൽ ഉണ്ടായിരുന്നത് നശിപ്പിച്ചിരുന്നു. കുറച്ച് സാമാനങ്ങൾ മാത്രം പീടികയിൽ ശേഷിച്ചു. കുറേ കടവും ഉണ്ടായിരുന്നു. ഉള്ളതുകൊണ്ട് കച്ചവടം ചെയ്ത് ഒരുവിധം ഞാൻ കടം വീട്ടി കുറേശ്ശെ സമ്പാദിച്ചു തുടങ്ങി. അങ്ങനെയിരിക്കെ ഒരു ദിവസം എൻ്റെ പീടികയിൽ അതിസുന്ദരിയായ ഒരുവൾ വന്നു. പരിചാരകനായി ഒരു ഷണ്ഠൻ അവൾക്ക് അകമ്പടി സേവിച്ചിരുന്നു. അവൾ എന്നോട് കുറേ സാധനങ്ങൾ ആവശ്യപ്പെട്ടു. എൻ്റെ പീടികയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. മറ്റ് പീടികകളിൽ നിന്ന് ഞാൻ അതെല്ലാം വരുത്തിക്കൊടുത്തു. സന്തുഷ്ടയായ അവൾ വില തരാതെ ഒന്നും ഉരിയാടാതെ കുതിരപ്പുറത്ത് കയറിപ്പോവുകയും ചെയ്തു. അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങി ഞാൻ അമ്പരന്ന് നിന്നു. അവളെക്കുറിച്ച് ഒരു വിവരവും മുമ്പേ അന്വേഷിച്ചതുമില്ല. കടക്കാർ എൻ്റെ ചുറ്റും വളഞ്ഞു, പണം കിട്ടാൻ വേണ്ടി. ഞാൻ ഒരുവിധം അവരെ സമാധാനപ്പെടുത്തി അയച്ചു. രണ്ടാമത് ഒരിക്കൽ കൂടി അവൾ വന്ന് സാമാനങ്ങളും മേടിച്ച് പണം തരാതെ പോയി. അപ്പോഴും ഞാൻ മയങ്ങി നിന്നു. ഒടുവിൽ കടക്കാർക്ക് പണം കൊടുക്കാൻ വേണ്ടി ഞാൻ എൻ്റെ കട വിൽക്കാൻ തുടങ്ങുമ്പോൾ അവൾ വീണ്ടും കയറി വന്നു. തരാനുള്ളത് മുഴുവനും കുറച്ച് കൂടുതലും തന്നു. അവൾക്ക് എന്നോട് വളരെ സ്നേഹമാണെന്ന് ആ പരിചാരകൻ പറഞ്ഞു. കുറേ നേരം സംസാരിച്ചിരുന്ന് അവൾ പോയി. ഒരു ദിവസം ആ വേലക്കാരൻ വന്നു. അവൾക്ക് സുഖമില്ലാതിരിക്കുകയാണ്. അവൾ ഹാറൂൺ അൽ റഷീദിൻ്റെ പത്നി സുബൈദയുടെ അടിമയാണ്. അവൾ എന്നോടുള്ള സ്നേഹത്തിൻ്റെ കാര്യം സുബൈദയെ അറിയിച്ചുവെന്നും എന്നെ നേരിട്ട് കാണാതെ വിവാഹം ചെയ്തു കൊടുക്കില്ലെന്നാണ് സുൽത്താൻ്റെ പത്നി നിശ്ചയിച്ചിരിക്കുന്നതെന്നും അവൻ എന്നെ അറിയിച്ചു. ആരും അറിയാതെ കൊട്ടാരത്തിൽ കടക്കാൻ സാധിച്ചാൽ ഈ വിവാഹം നടക്കുമെന്ന് അവൻ പറഞ്ഞു. ഞാനതിന് സമ്മതിച്ചു. പിറ്റേ ദിവസം അവനും കൂട്ടുകാരനും കുറേ ഒഴിഞ്ഞ പെട്ടികളുമായി വന്നു. അവളും ഉണ്ടായിരുന്നു. ഞങ്ങൾ ആലിംഗനബദ്ധരായി. അവൾ എന്നെ ഒരു പേടകത്തിലാക്കി അടച്ചു. മറ്റു പേടകങ്ങളിലെല്ലാം പലതരം തുണികൾ വാങ്ങി നിറച്ചു. ഒരു തോണിയിൽ കയറ്റി രാജ്ഞിയുടെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. അപ്പോഴേക്കും എൻ്റെ പ്രേമലഹരിയെല്ലാം അമർന്നു തുടങ്ങിയിരുന്നു. തീ കൊണ്ടാണ് കളി. ജീവൻ തിരിച്ചു കിട്ടിയാൽ മതി എന്നായി. പടിക്കലെത്തിയപ്പോൾ ഖലീഫയുടെ കാവൽക്കാരൻ വന്ന് പെട്ടി തുറന്ന് കാണിക്കാൻ പറഞ്ഞു. സുബൈദ പ്രഭുയുടെ വസ്ത്രങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ അവൻ വിട്ടു. അപ്പോഴേക്കും ഖലീഫ തന്നെ സ്ഥലത്തെത്തി. ഞാൻ കിടുകിടെ വിറയ്ക്കാൻ തുടങ്ങി. ഖലീഫ പെട്ടി തുറക്കാൻ ആവശ്യപ്പെട്ടു. അവളുടെ തന്ത്രം ഫലിച്ചില്ല. പെട്ടികൾ ഒന്നൊന്നായി തുറന്നു. ഞാനിരിക്കുന്ന പെട്ടിയുടെ അടുത്തെത്തിയപ്പോൾ അവൾ പറഞ്ഞു, ഇതിൽ സ്ത്രീകൾക്കുള്ള ചില പ്രത്യേക സാധനങ്ങളാണ്. അത് പ്രഫിയുടെ മുന്നിൽ വെച്ച് തുറക്കുന്നതാണ് ഉചിതം. ഖലീഫ അത് സമ്മതിച്ചു. അങ്ങനെ ഞാൻ രക്ഷപ്പെട്ട് അന്തഃപുരത്തിലെത്തി. സുബൈദ പ്രഫി എന്നോട് വിവരങ്ങളെല്ലാം ചോദിച്ചു. 10 ദിവസം കഴിഞ്ഞ് ഞങ്ങളുടെ വിവാഹവും നിശ്ചയിച്ചു. വിവാഹ സദ്യയ്ക്ക് സെർബാജ ഉണ്ടായിരുന്നു. ഞാനത് കഴിച്ചു. കൈ കഴുകാൻ മറന്നു. കൈ വെറുതെ തുടച്ചതേ ഉള്ളൂ. രാത്രിയായി. അവൾ എൻ്റെ മുറിയിലെത്തി. ഞാൻ ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. അവൾ എന്നെ തള്ളി മാറ്റി അലറി, ഛേ വൃത്തികെട്ടവൻ, സെർബാജ കഴിച്ച് കൈ കഴുകാത്ത ഇയാളാണോ എൻ്റെ ഭർത്താവ്? ഇവൻ്റെ തള്ളവിരലുകൾ ഛേദിക്കണം.
അവൾ എൻ്റെ കയ്യിലെയും കാലിലെയും വിരലുകൾ മുറിച്ചു. ഞാൻ ബോധം കെട്ട് വീണു. ബോധം തെളിഞ്ഞപ്പോൾ ഒരു പൊടിയിട്ട് ചോരയൊഴുക്ക് നിർത്തിയിരുന്നു. അന്ന് ഞാൻ സത്യം ചെയ്തതാണ്, 40 പ്രാവശ്യം കൈ കഴുകാതെ സർബാജെ കഴിക്കില്ലെന്ന്. ഞാൻ സത്യം ചെയ്തപ്പോൾ അവൾക്ക് സന്തോഷമായി. അവൾ കുറേ പവൻ തന്നു, രാജധാനിക്ക് വെളിയിൽ ഒരു സ്ഥലം വാങ്ങാൻ. അങ്ങനെ ഞങ്ങൾ അവിടെ സുഖമായി താമസിക്കുകയാണ്. അവൻ കഥ അവസാനിപ്പിച്ചു. ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചു. തിരിച്ച് വീട്ടിൽ വന്നപ്പോഴാണ് കൂനനെ കണ്ടതും ബാക്കി സംഭവങ്ങൾ നടന്നതും. രാജാവിന് ഈ കഥയിൽ അത്ര തൃപ്തി വന്നില്ല. ഈ കഥ കേട്ടിട്ട് നിന്നെ വിട്ടയക്കാൻ പറ്റില്ല എന്നായി അദ്ദേഹം. അപ്പോഴേക്കും ജൂതവൈദ്യൻ മുന്നോട്ട് കയറി അയാളുടെ കഥ പറയാൻ തുടങ്ങി. ജൂതവൈദ്യൻ്റെ കഥ. ഞാൻ ഡമാസ്കസിൽ പിറന്നു, വൈദ്യം പഠിച്ചു, വൈദ്യനായി കഴിഞ്ഞുകൂടുകയാണ്. കുറച്ച് ദിവസം മുമ്പ് എന്നെ ഗവർണറുടെ രാജധാനിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു ചെറുപ്പക്കാരന് സുഖമില്ലായിരുന്നു. ഞാൻ അവിടെ താമസിച്ച് അയാളുടെ സുഖക്കേട് മാറ്റി. പോരുന്നതിന് മുൻപ് ഞാൻ അയാളെ കുളിപ്പിക്കുവാനായി കുളിമുറിയിലേക്ക് കൊണ്ടുപോയി. വസ്ത്രങ്ങൾ അഴിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുപോയി. അവൻ്റെ വലത് കൈ ഛേദിക്കപ്പെട്ടിരുന്നു. ദേഹം മുഴുവൻ അടിയുടെ പാടുകളും ഉണ്ടായിരുന്നു. ആ യുവാവ് എൻ്റെ വിസ്മയം കണ്ട് അവൻ്റെ കഥ മുഴുവൻ പറഞ്ഞു. ഞാനൊരു കച്ചവടക്കാരനാണ്. എൻ്റെ മുത്തച്ഛന് 9 മക്കളുണ്ടായിരുന്നു. അതിൽ എൻ്റെ അച്ഛന് മാത്രമേ കുട്ടിയുണ്ടായുള്ളൂ. അത് ഞാൻ തന്നെ. എല്ലാവരുടെയും ഓമനയായി വളർന്ന ഞാൻ ചെറുപ്പത്തിൽ തന്നെ ഈജിപ്തിൻ്റെ മാഹാത്മ്യങ്ങൾ കേട്ട് കൊതിച്ചിരുന്നു. വലുതായപ്പോൾ എനിക്കും അവിടെ പോകണമെന്നായി. കച്ചവട ചരക്കുകളുമായി പുറപ്പെട്ട മാതാപിതാക്കൾ എന്നെയും കൊണ്ടുപോയി. എന്നെ ഡമാസ്കസിൽ ഇറക്കിയാൽ മതി, ഈജിപ്തിലേക്ക് പോകണ്ട എന്ന് അവർ തീരുമാനിച്ചു. അവരെന്നെ ഡമാസ്കസിലിറക്കി. ഞാൻ അവിടെ നല്ല സൗകര്യമുള്ള ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസിച്ച് കച്ചവടം ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം ഒരു സുന്ദരി എൻ്റെ മുറിയിലേക്ക് കയറി വന്നു. അവൾ അകത്ത് കയറി വാതിലടച്ചു. അവളുടെ വസ്ത്രങ്ങൾ വളരെ അമൂല്യങ്ങളായിരുന്നു. ആ സൗന്ദര്യധാമത്തെ കണ്ട് മതിമറന്ന ഞാൻ അവളെ പഴവും വൈനും കൊടുത്ത് സൽക്കരിച്ചു. അന്ന് രാത്രി അവൾ എൻ്റെ കൂടെ കിടന്നു. രാവിലെ അവൾ പോയി. 3 ദിവസം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞാണ് പോയത്. അങ്ങനെ 3 ദിവസം ഇടവിട്ട് അവൾ പല പ്രാവശ്യം വന്നു. ഞാൻ സ്വർഗീയ സുഖം അനുഭവിച്ചു. ഒരു ദിവസം അവൾ എന്നോട് ചോദിച്ചു, എന്നിലും സുന്ദരിയും ചെറുപ്പക്കാരിയുമായ മറ്റൊരുത്തിയുണ്ട്, ഞാൻ അവളെ കൊണ്ടുവരട്ടെ? ഞാൻ സന്തോഷത്തോടെ സമ്മതിച്ചു. പിന്നീട് അവൾ വന്നത് മറ്റൊരുവളെയും കൊണ്ടാണ്. അവൾ അതിസുന്ദരിയായിരുന്നു. അത്ര മനോഹരമായൊരു മുഖം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ അവർക്ക് 2 പേർക്കും ഭക്ഷണം നൽകി. ഇളയവൾ കൂടുതൽ സുന്ദരിയാണെന്ന് ഞാൻ മൂത്തവളോട് പറഞ്ഞു. ഇളയവളുടെ കൂടെയാണ് ഞാൻ അന്ന് ശയിച്ചത്. രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ ദേഹത്ത് രക്തം പുരണ്ടിരുന്നു. അടുത്ത് കിടന്നിരുന്ന യുവസുന്ദരിയുടെ തല ഉടലിൽ നിന്ന് വേർപെട്ടിരുന്നു. മൂത്തവൾ അപ്രത്യക്ഷയുമായിരുന്നു. അവൾ അസൂയ കൊണ്ട് ഇളയവളെ കൊന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. ദുഃഖം സഹിക്കവയ്യാതെ ഞാൻ മൂകനായിരുന്നു. പക്ഷേ ആപത്തിനെക്കുറിച്ച് ഓർത്തപ്പോൾ ഒരു നിമിഷം കളയാതെ വീടിൻ്റെ തറ കുഴിച്ച് അവളുടെ ശവം മറവ് ചെയ്തു. 1 കൊല്ലത്തേക്കുള്ള വീട്ടുവാടക കൊടുത്ത് ബാക്കി പണവും കൊണ്ട് ഞാൻ ഈജിപ്തിലേക്ക് പോയി. ഞാൻ അവിടെ എൻ്റെ അമ്മാവന്മാരുടെ കൂടെ കൂടി. പണം മുഴുവൻ ചെലവാക്കി മുടിയനായ പുത്രനായി ജീവിച്ചു. അവർ നാട്ടിലേക്ക് തിരിച്ചു മടങ്ങി. ആ സമയം ഞാൻ ഒളിച്ചിരുന്നു. എന്നെ കാണാതെ അവർ മടങ്ങിപ്പോയി. കെയ്റോവിൽ ഞാൻ 3 കൊല്ലം താമസിച്ചു. ഉണ്ടായിരുന്ന പണം മുഴുവനും തീർന്നു. ഈ 3 കൊല്ലവും ഞാൻ ഡമാസ്കസിലെ വീട്ടുവാടക ശരിക്കും അയച്ചിരുന്നു. ഞാൻ ഡമാസ്കസിലേക്ക് തിരിച്ചു. എൻ്റെ വാടക വീട് തുറന്നു. കിടക്ക പൊക്കി നോക്കിയപ്പോൾ മരിച്ച യുവതിയുടെ മാല അവിടെ ഇരിക്കുന്നു. പണത്തിന് ബുദ്ധിമുട്ടായിരുന്ന ഞാൻ അത് കടയിൽ കൊണ്ടുപോയി. കടക്കാരന് സംശയം തോന്നി. ന്യായാധിപനെ വിളിച്ചു വരുത്തി. ഞാനത് മോഷ്ടിച്ചതാണെന്ന് പറഞ്ഞ് അവർ എൻ്റെ വലത് കൈ ഛേദിച്ചു. പൊതിരെ പ്രഹരിച്ചു വിട്ടു.
വീട്ടിൽ തിരിച്ചെത്തിയ എന്നോട് വീട്ടുടമസ്ഥൻ ഉടൻ സ്ഥലം വിടണമെന്ന് പറഞ്ഞു. മോഷ്ടാവിനെ താമസിപ്പിക്കാൻ അയാൾക്ക് ഇഷ്ടമല്ലായിരുന്നു. അപ്പോഴേക്കും ഗവർണറുടെ ആളുകൾ അവിടെ എത്തി. 3 കൊല്ലം മുമ്പ് ഗവർണറുടെ പുത്രിയെ കാണാതായി. ആ മാല അവളുടെ കഴുത്തിലേതായിരുന്നു. എന്നെ ഗവർണറുടെ മുമ്പിൽ ഹാജരാക്കി. എന്നാൽ അദ്ദേഹം എന്നെ ശിക്ഷിക്കുന്നതിന് പകരം എന്നെ ശിക്ഷിച്ചവരെ ശകാരിക്കുകയാണ് ചെയ്തത്. എല്ലാ വിവരങ്ങളും ഞാൻ അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അസൂയാലുവായ മൂത്ത പുത്രി തന്നെ എല്ലാ വിവരങ്ങളും അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്നിൽ സന്തുഷ്ടനായ ഗവർണർ അദ്ദേഹത്തിൻ്റെ 3ാമത്തെ പുത്രിയെ എനിക്ക് വിവാഹം ചെയ്തു തന്നു. അങ്ങനെ സുഖമായി ഇവിടെ നിന്നും മടങ്ങിയെത്തി വീട്ടിലിരിക്കുമ്പോഴാണ് കൂനൻ്റെ വരവും തുടർന്നുള്ള സംഭവങ്ങളും. രാജാവിന് ഈ കഥ കേട്ടിട്ടും വലിയ കൗതുകമൊന്നും ഉണ്ടായില്ല. ഇതിലും നല്ല കഥ പറഞ്ഞാലേ വിട്ടയക്കുകയുള്ളൂ എന്നായി. ഉടനെ തുന്നൽക്കാരൻ തൻ്റെ കഥ വിവരിക്കുവാൻ തുടങ്ങി. തുന്നൽക്കാരൻ്റെ കഥ നാളെ.